ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ തലകറക്കമാണ്. പ്രത്യേകിച്ച് ചെവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തലകറക്കം. ഡോക്ടർ, ഈ തലകറക്കം പൊതുവെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വരാം ഡോക്ടർ? തലകറക്കത്തിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് തലകറക്കം എന്താണെന്നൊന്ന് നോക്കാം. തലകറക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വയം കറങ്ങുകയോ ചുറ്റുപാടും കറങ്ങുകയോ ആ അവസ്ഥയാണ് നമ്മൾ തലകറക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും തലകറക്കം അല്ലാത്ത അവസ്ഥകൾ തലകറക്കം എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വേച്ച് പോവുക, അല്ലെങ്കിൽ തലപ്പെരുപ്പ്, ഇതൊക്കെ ഒരു തലകറക്കത്തിൻ്റെ ഗണത്തിൽ പെടുന്നത് അല്ല. നമ്മുടെ തലകറക്കം ഒരിക്കലും ഒരു രോഗം അല്ല, അതൊരു രോഗലക്ഷണമാണ്, പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. തലകറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബാലൻസിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്, അതായത് ഇക്വിലിബ്രിയം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിനിനകത്ത്, തലച്ചോറിനകത്ത് 3 സ്ഥലത്തു നിന്ന് സിഗ്നൽസ് എത്തും. ഒന്ന് ചെവി, അതായത് ഇന്നർ ഇയർ, ആന്തരിക കർണത്തിൽ നിന്ന് ഒരു സിഗ്നൽ. 2 കണ്ണുകളിൽ നിന്ന്. 3 പ്രോപ്രിയോസെപ്റ്റീവ് റിസെപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ജോയിൻറ്റുകളിൽ നിന്ന് നമ്മുടെ ഒരു പൊസിഷൻ്റെ സെൻസ് നമുക്കൊരു കമ്പ്യൂട്ടറായിട്ട് തലച്ചോറിനെ ഗണിക്കാം. അവിടെ ഈ സിഗ്നൽസ് എല്ലാം എത്തുകയും ഈ സിഗ്നൽസ് നമ്മുടെ ബ്രെയിൻ അത് ക്രോഡീകരിച്ച് നമുക്ക് ശരീരത്തിന് ഒരു ബാലൻസ്, ഒരു സന്തുലിത അവസ്ഥ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഇൻപുട്സ്, അതായത് കണ്ണ്, ചെവി, ഈ പ്രോപ്രിയോസെഷൻ, ഇവിടെയുള്ള എന്ത് അസുഖങ്ങളും നമുക്ക് തലകറക്കമായിട്ട് അനുഭവപ്പെടും. നമുക്ക് തലകറക്കത്തിന് ഏതാണ്ട് 90% കാരണങ്ങൾ ചെവി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. നമ്മുടെ ചെവിക്ക് കേൾവിക്ക് പുറമെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഒരു ഫങ്ഷൻ കൂടെ ഉണ്ട്. അത് ആന്തരിക കർണം അല്ലെങ്കിൽ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. അതിൽ തന്നെ സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞ 3 കനാലുകൾ ഓരോ ചെവികളിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമ്മൾ കുനിഞ്ഞിട്ടൊരു സാധനം എടുക്കുകയോ ഒരു തൂക്കുകയോ അല്ലെങ്കിൽ കിടക്കാൻ നോക്കുകയോ തല തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കറക്കം ഉണ്ടാകുന്നു, പെട്ടെന്നൊരു കറക്കം. അത് കറങ്ങി നമ്മൾ തല അനങ്ങാതെ ഇരിക്കുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. വീണ്ടും നമ്മൾ കിടക്കാൻ നോക്കുകയോ തല തിരിയുകയോ ചെയ്യുമ്പോൾ ഒരു കറക്കം ഉണ്ടാകുന്നു. അതാണ് ബിനൈൻ പർവോക്സിമൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെമി സർക്കുലർ കനാലിനകത്ത് ചില ദ്രാവകങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ കനാലിൻ്റെ ഭിത്തികളിൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകളുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന്, ഉദാഹരണത്തിന് നമ്മൾ യോഗ ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അലാം കേട്ട് ഞെട്ടിക്കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ ഈ ഓട്ടോലിത്തുകളുടെ സ്ഥാനചലനം ഉണ്ടാകുകയും ഈ ഫ്ലൂയിഡിനകത്ത് അത് കിടന്ന് അനങ്ങുകയും അതിൽ ഓളങ്ങൾ സൃഷ്ടിക്കുകയും നമുക്ക് തലകറക്കം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 90% കോസസ് ഈ പൊസിഷണൽ വെർട്ടൈഗോ തന്നെയാണ്. ഇതിൽ കേൾവി കുറവുണ്ടാവില്ല, ചെവിയിൽ മൂൾച്ച ഉണ്ടാവുകയില്ല. ഇത് വളരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിന് ചില എക്സസൈസുകളുണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് പരിശോധനകളൊന്നുമില്ല. നമ്മൾ ഹിസ്റ്ററി വെച്ച് ഒരു പേഷ്യൻ്റ് പറയുന്നതനുസരിച്ച് അവരുടെ ലക്ഷണങ്ങൾ വെച്ച് തന്നെയാണ് നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തെ ഒരു അസുഖം മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലത്തെ ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസിലെ ദ്രാവകങ്ങളുടെ പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ രോഗിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തലകറക്കവും അതോടൊപ്പം തന്നെ ചെവി കൊട്ടി അടയുന്നത് പോലെയും മുഴക്കം പോലെയും ഉണ്ടാകും. ഉടൻ തന്നെ അതൊരു എമർജൻസിയാണ്, നമുക്ക് പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. അത് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മൈഗ്രെയിൻ പോലെ അത് റിപ്പീറ്റഡായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. ഇതിനും കുറച്ച് മരുന്നുകളും ഇത് വരാതിരിക്കേണ്ട കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഈ ചായയും കാപ്പിയും 2 എണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കരുത്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്.